ഗുഡ് മോർണിംഗ്. ഉറക്കത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കൈയും കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. ബിക്കോസ് ഇവിടുത്തെ ജോലിയുടെ തെറ്റാലി ഭാഗമാണ് നിപ്പ്. നിന്ന് നമ്മൾ നല്ലൊരു പദം വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം കൂടെ ഷിഫ്റ്റ് ആകുമ്പോൾ നമ്മൾ വലയും. കാലൊക്കെ പയ്യൊന്ന് തിരുമ്മി ഇറക്കിയിട്ട് വേണം അടുത്ത ദിവസം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് മുമ്പ് ഇച്ചിരി ഹെയർ കെയർ ചെയ്യണം. ഇത് റോസ്മേരിയാണ്. റോസ്മേരി ഇവിടെ ഈസിലി അവൈലബിൾ. അവിടെ പരിസരത്തൊക്കെ കാട് പിടിച്ച് വയ്ക്കുന്നുണ്ട് ചെടിയായിട്ടോട്ട് റോസ്മേരി. അപ്പോൾ നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് പറിച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇച്ചിരി ഇഞ്ചി കഷ്ണം ഇട്ടിട്ട് ചതച്ചിട്ട് അതും ഇട്ടിട്ട് തിളപ്പിച്ച് തണുത്ത് കഴിയുമ്പോൾ അതിങ്ങനെ ബോട്ടിൽസിലാക്കി വെക്കും. ഇതിങ്ങനെ തലയിൽ സ്പ്രേ ചെയ്യുന്നത് ഒരു പരിധി വരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ തലയിൽ തേച്ചു. സ്പ്രേ ചെയ്താൽ മതി, നന്നായിട്ട് ഡെയിലി സ്പ്രേ ചെയ്യണം കേട്ടോ. ഇത് ഡെയിലി യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് തന്നെ പറയാനുള്ളത്. നമുക്ക് കുറേയൊക്കെ കുഞ്ഞു 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 ബേബി ഹെയർസ് വരും നന്നായിട്ട്. അത് എനിക്ക് നന്നായിട്ട് മുടി കൊഴിഞ്ഞ് നെറ്റി കയറിയിരുന്ന ഈ പോർഷൻ ഞാൻ പിന്നെ ഫുൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. ഇത് ഭയങ്കര ഗുണമുള്ള സംഭവമാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഞാൻ ഓൾറെഡി മുടിയിലൊക്കെ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഒന്ന് തേച്ചൊന്ന് മസാജ് ചെയ്തിട്ടിരുന്ന് കഴിഞ്ഞാൽ സ്പ്രേ ആകുന്നതുകൊണ്ട് അങ്ങനെ തലനീര് ഇറങ്ങുമെന്നും വിചാരിക്കണം. ഓവറായിട്ട് നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. ഇരിക്കും കാറ്റ് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ചായ കുടിച്ചൊന്ന് സെറ്റാവും. സമയമില്ല, വലിയ ഷിഫ്റ്റ് ഉണ്ട് പോകണം. അതിനു മുമ്പ് വെള്ളം കുടിക്കുക, മരുന്ന് കഴിക്കുക. ഞാൻ സപ്ലിമെൻറ്റ്സ് എടുക്കും. ബിക്കോസ് എനിക്ക് സപ്ലിമെൻറ്റ്സ് വേണം. വൈറ്റമിൻസും കാൽഷ്യം ഒക്കെ കൊടുത്തിട്ടാണ്. അതുപോലത്തെ കാര്യം എനിക്ക് സൺലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. വെതർ എപ്പോഴും ഇങ്ങനെ എടുക്കണം. ഈ ഒരു കുറച്ച് ദിവസത്തെ ചലഞ്ച് എന്നൊക്കെ തുടങ്ങിയതിന് ഗുണം എന്ന് വെച്ചാൽ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്. പൊതുവെ ഞാൻ രാത്രി വെള്ളം കുടിക്കുന്ന കൂട്ടത്തിലാണ്. രാത്രി എനിക്ക് ഭയങ്കര ദാഹമാണ്, പക്ഷേ പകൽ ദാഹമില്ലായിരുന്നു. ഇപ്പോൾ ദാഹമില്ലെങ്കിൽ പോലും ചുമ്മാ കുടിച്ച് യൂസ്ഡായി വരുന്നു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പോയി റെഡി ആവണം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കാളക്കള്ളനായിരുന്നു. അപ്പോൾ ഡബിൾ ബുൾസ ഉണ്ടാക്കി ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴിച്ചു. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമല്ല. ഐ മീൻ ഈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ എനിക്ക് മുട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഉണ്ടാക്കി. ബ്രെഡൊന്നും ഞാൻ കൂട്ടില്ല കേട്ടോ, എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ കബാബ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന മിൻസ്ഡ് ബീഫ് എടുത്ത് തോരൻ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. കാരണം എനിക്കിത് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ഈ മെനക്കെട്ടുന്ന കബാബ് ഉണ്ടാക്കാൻ. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈഡ് പാഴ്സലി വാങ്ങിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ക്രഷ്ഡ് ചില്ലി, ക്രഷ്ഡ് പെപ്പർ, പിന്നെ ഉപ്പ്, പിന്നെ നമ്മുടെ തനതായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചു. ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഞാനൊരു 3 മീഡിയം സൈസ് സവോള നമ്മുടെ ചോപ്പ് ചെയ്ത് നമ്മൾ മുട്ടയൊക്കെ പൊരിക്കാൻ ചോപ്പ് ചെയ്യണ പോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നേരെ ഇത് പാനിലേക്ക് വെച്ച് ഒന്ന് അടച്ചു വെച്ചപ്പോഴേക്കും ഇതിന് നന്നായിട്ട് ഓയിൽ ഇറങ്ങി വന്നു. അപ്പം ഞാൻ ഈ വാങ്ങിയ മിൻസ്ഡ് ബീഫ് എന്ന് പറയുന്നത് 15% ഫാറ്റ് ഉള്ളതായിരുന്നു കേട്ടോ. ഇത് തന്നെ 20%, 25% പല വെറൈറ്റീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇത് ഭയങ്കര എളുപ്പമാണ്. ഇത് കുക്കിംഗ് അറിയാത്തവർക്കും പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് കേട്ടോ. എന്നിട്ട് നേരെ പാനിൽ വെച്ച് ഒന്ന് അടച്ചു വെച്ചപ്പോഴേക്കും ഇത് നന്നായിട്ട് ഇതിന് ഓയിൽ ഇറങ്ങി വന്നു. ബിക്കോസ് ഇതിൽ 15% ഫാറ്റ് ഉണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് ഇത് പെട്ടെന്ന് കുക്കാവുകയും ചെയ്തു. ഞാൻ പിന്നെ ഈ ഓയിലൊക്കെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അരിച്ച് മാറ്റിയതിന് ശേഷമാണ് ഇത് സ്റ്റോർ ചെയ്തത്. നമുക്ക് റാപ്പിൻ്റെ അകത്തൊക്കെ വെച്ച് കഴിക്കാം, ചോറിൻ്റെ കൂടെ ഒരു തോരൻ പോലെ വെച്ച് കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇതിന് കുറച്ച് ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ട് ഒരു ഗ്രേവി പോലെ ആക്കിയാലും അടിപൊളിയാണ്. നല്ല ടേസ്റ്റ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഈ പറയുന്ന ടൈമിൽ ഞാൻ വേറെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ സെറ്റായിട്ടിരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് 2 വീഡിയോ വന്നു. വീട്ടിലപ്പം നല്ല അടിപൊളി ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ആയിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റിയില്ലല്ലോ. നമ്മളിവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഓരോന്നൊക്കെ ഉണ്ടാക്കും. എത്ര രുചിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയാലും പെട്ടെന്ന് അമ്മ ഉണ്ടാക്കിയ ഫുഡിൻ്റെയൊക്കെ ഫോട്ടോയോ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചങ്ക് തകരുന്ന കാഴ്ചയാണ് കേട്ടോ. നല്ല ഫ്രൈഡ് റൈസാണ്. അത് വീഡിയോ അയച്ചതും പോരാഞ്ഞിട്ട് ഇതൊക്കെ സംഭവം അടിപൊളിയായിരുന്നു. എൻ്റെ അനിയൻ്റെ വക ഒരു ലൈവ് റിവ്യൂ എനിക്കൂടെ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ തകർന്നു പോയി. എന്തായാലും ആ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാനൊരു ചായയൊക്കെ ഇട്ടിട്ട് ടീ റസ്കില്ല, നമ്മുടെ ബ്രിട്ടാനിയയുടെ റസ്ക്യൂഡ് ഇന്ത്യൻ സ്റ്റോഴ്സിൽ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അത് ഭയങ്കര റെസ്റ്റ് കൂട്ടി ചായ കുടിച്ചു. അപ്പോൾ ഇന്നും ഞാൻ പതിപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം കുടിക്കുന്ന വീഡിയോ ഞാൻ പലപ്പോഴും എടുക്കാൻ മറന്നു. അതാണ് എൻ്റെ ഫാക്ട്. അപ്പം അതല്ലാണ്ട് ഡ്രിങ്ക്സിലും ഈ ചായ കുടി ഞാനൊരു 10-12 കുടിക്കുന്നിടത്ത് നിന്ന് ഇപ്പം ഭയങ്കരമായിട്ട് കൺട്രോൾഡായിട്ട് ഒരു ദിവസം ഒട്ടും പറ്റുന്നില്ലെങ്കിൽ 3 ചായ അല്ലെങ്കിൽ 2 ചായയിൽ ഞാൻ കൃത്യമായിട്ട് നിർത്തുന്നുണ്ട്.
എൻ്റെ തലമുടി കൊഴിച്ചിലിൻ്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാണിപ്പോൾ ഉള്ള അവസ്ഥ. ഇത് ഭയങ്കര മിനിമലാണ് കേട്ടോ. ചില സമയങ്ങളിൽ പിഴുത് വരും. ഞാൻ ഒരുപാട് പെയിൻ കില്ലേഴ്സ് ഈ തലവേദനയുടെ ഇഷ്യൂ കാരണം എടുക്കുന്നുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഈ റോസ്മേരി വാട്ടർ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിയുന്നുണ്ടെങ്കിലും പുതിയതായിട്ട് മുടി വളരുന്നുണ്ട്. എനിക്ക് പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. പിന്നെ കുറേയും കൂടെ വെള്ളം കുടിച്ചൊരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ മാറിക്കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇത്ര